السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പഠിച്ച ഇൽമ് അല്ലാഹു നമ്മുടെ ഖൽബിലും അമലിലും നിലനിർത്തി തരട്ടെ. നിക്കാഹ് ഫസ്ഖ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 3 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ 4-ാം ദിവസത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ത്രീക്ക് നിക്കാഹ് ഫസ്ഖ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 4-ാമത്തെ ദിവസം ചെലവ് കൊണ്ടുവന്നാലോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ പിന്നെ 5-ാമത്തെ ദിവസവും തന്നില്ലെങ്കിലോ? 4-ാം ദിവസം തന്നു, പിന്നെ 5-ാമത്തെ ദിവസം തന്നില്ലെങ്കിലോ? അപ്പോൾ പിന്നെ ആദ്യത്തെ 2-3 ദിവസം നമുക്ക് നേരത്തെയുള്ള ആ ദിവസത്തേക്ക് ഇതും കൂടി കൂട്ടിയിട്ട് ഫസ്ഖ് ചെയ്യാം. പുതിയതായിട്ട് തുടങ്ങേണ്ടതില്ല. ഫലോ സല്ലമ നഫഖത്ത റാബി, അപ്പോൾ 4-ാം ദിവസത്തെ ചെലവ് അയാൾ ഏൽപ്പിച്ചു. ഫസ്ഖ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് 4-ാമത്തെ ദിവസം ചെലവ് ഏൽപ്പിച്ചത്. ഫലാ തഖ്ശൗ ബിമാ മളാ, അപ്പോൾ പിന്നെ കഴിഞ്ഞു പോയതിൻ്റെ പേരിൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. യന്നഹു സ്വാറ ദീനൻ, അത് കടമായി തീർന്നു, അയാൾ തരാനുള്ള കടമായി മാറി. ഇനി വലു ആസ്ര ബഅദൻ സല്ലമ നഫഖത റാബി, 4-ാം ദിവസത്തെ ചെലവ് ഏൽപ്പിച്ചതിന് ശേഷം അയാൾക്ക് വീണ്ടും ഉസ്ർ വന്നാൽ, ബിനഫഖത്തിൽ ഖാമിസി, 5-ാം ദിവസം ചെലവ് തരാൻ പറ്റാതെ വന്നാൽ, അപ്പോൾ പിന്നെ ബനത്ത് അവൾക്ക് ഈ ദിവസം കൂട്ടാവുന്നതാണ്. അതിൽ മുത്തത്തി നേരത്തുള്ള ആ ദിവസത്തെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. വലം തസ്തൈനിഫ, പിന്നെ 5-ാം ദിവസം മുതൽ പിന്നെ 3 ദിവസം തുടക്കമായി ആരംഭിക്കേണ്ടതില്ല. അപ്പോൾ നേരത്തെ 4-ാം ദിവസത്തിന് പകരം 5-ാം ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ 6-ാമത്തെ ദിവസം എന്ത് ചെയ്യുക, അവൾക്ക് ഫസ്ഖ് ചെയ്യാന്നർത്ഥം. ബനത്ത് അൽ മുദ്ദത്തി, നേരത്തെയുള്ള ആ സമയത്തെ തുടർന്ന് ആ സമയത്തെ കൂട്ടി അവൾക്ക് ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടല്ലോ ഒരു 3 ദിവസം. വലം തസ്തൈനിഫ്, അവളെ ഈ 3 ദിവസത്തെ കാലം ഇവിടെ മുതൽ പിന്നെ ആരംഭിക്കേണ്ടതില്ല. ഇസ്തൈനഫാണ് ആരംഭിക്കുക. ബനത്ത് അൽ മുദ്ദത്തി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ആ സമയത്തെ തുടർന്നു കൊണ്ടുപോവുക, ആരംഭിക്കാതെ നേരത്തെയുള്ള ആ സമയത്തെ കൂട്ടി തുടരുക എന്നർത്ഥം. അപ്പോൾ 6-ാമത്തെ ദിവസത്തിന് അയാൾക്ക് ചെലവരാൻ കഴിയാതെ വന്നാലോ? അപ്പോൾ പിന്നെ അവിടെ ആരംഭിക്കണം എന്നുള്ളതാണ്. 4-ാം ദിവസവും കഴിഞ്ഞു, 5-ാമത്തെ ദിവസവും ചെലവ് വന്നു, 6-ാമത്തെ ദിവസം ചെലവ് വരുന്നില്ലെങ്കിലോ? അപ്പോൾ പിന്നെ ആദ്യത്തെ 3 ദിവസം കൂട്ടാൻ പറ്റില്ല. പിന്നെ ഇവിടെ മുതൽ 6-ാമത്തെ ദിവസം മുതൽ ഒന്നായിട്ട് കൂട്ടുക, 6, 7, 8 അങ്ങനെ പോയി പോവാം. 6-ാമത്തെ ദിവസമായിട്ട് കൂട്ടുക. വലാഹിറു ഖൗലിഹിം, അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അന്നഹു ലാ അസ്ര ബിനഫഖത്തി സാദിസ്, 6-ാം ദിവസത്തെ ചെലവ് തരാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ഇസ്തഗ്നഫത്ഹ, പിന്നെ ഈ 3 ദിവസം എന്ന കാലം അവൾ ആദ്യം മുതൽ ആരംഭിക്കണം. ഓ മുഹ്തമൽ, അത് സാധ്യതയുള്ള പരിഗണിക്കപ്പെടേണ്ട അഭിപ്രായം തന്നെയാണ്. വയഹ്തമിലു അന്നഹു ഇദാ തഖല്ലലത് സലാസത്തുൻ വജബൽ ഇസ്തിനാഫു ഔ അഖല്ല ഫല, ഇങ്ങനെ ഒരു സാധ്യതയും കൂടി അവിടെ വരാം. നേരത്തെ പറഞ്ഞ സാധ്യത ആദ്യം മുതൽ ആരംഭിക്കണം എന്നുള്ളതാണ്. ഈ വയഹ്തമിലു ഇങ്ങനെയും സാധ്യത ഉണ്ട്. അന്നഹു ഇദാ തഖല്ലലത് സലാസത്തുൻ, 3 ദിവസം ഇടയിൽ വന്നാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ 3 ദിവസം കഴിയാത്തതിൻ്റെ പേരിൽ 3 ദിവസം വെയിറ്റ് ചെയ്തു, 4-ാമത്തെ ദിവസം അയാൾ തന്നു, 5-ാമത്തെ ദിവസവും തന്നു, 6-ാമത്തെ ദിവസവും തന്നു, 7-ാമത്തെ ദിവസം തരാതെ വന്നാലോ? അതാണ് 3 ദിവസം ഇടയിൽ വന്നാൽ വജബൽ ഇസ്തിനാഫു, ആദ്യം മുതൽ ആരംഭിക്കണം. ആദ്യം മുതൽ ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ അത് മുതൽ പിന്നെ 3 ദിവസത്തേക്ക് ചെലവ് കിട്ടിയില്ലെങ്കിലേ ഫസ്ഖ് ചെയ്യാൻ പറ്റുള്ളൂ. ഔ അക്കല്ല, 3 ദിവസം ഇടയിൽ വന്നിട്ടില്ലെങ്കിൽ ഫല, അവിടെ ഇസ്തീനാഫ് നിർബന്ധമില്ല, ആദ്യം മുതൽ ആരംഭിക്കേണ്ടതില്ല. നേരത്തെ ദിവസത്തേക്ക്
3 ദിവസത്തേക്ക് ഈ 4-ാം ദിവസത്തെ കൂട്ടി 4-ാം ദിവസവും തിന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ചെയ്യുക. കലുഹു ശേഖന. ഇനി ഒരു സ്ത്രീക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ട്, അല്ല ഭർത്താവിന് സാമ്പത്തികമായി പ്രയാസമുണ്ട്, അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ചെയ്യാലോ. അപ്പോൾ ഒരാൾ പറഞ്ഞു അവളെ ചിലവ് ഞാൻ കൊടുത്തോളാം എന്നൊരു പെണ്ണിനോട് പറഞ്ഞാൽ, ഒരാൾ വെറുതെ തരാൻ തീരുമാനിച്ചാൽ അവൾക്ക് സ്വീകരിക്കേണ്ടതുണ്ടോ? അവൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? വലോ തബറ റജുലും ബിനഫഖതിഹ, ഏതോ ഒരാൾ അവളെ ചിലവ് ഭർത്താവിന് വേണ്ടി വെറുതെ നൽകാമെന്ന് പറഞ്ഞാൽ ലം യൽസമുഹൽ ഖബൂലു, അവൾക്കത് സ്വീകരിക്കൽ നിർബന്ധമില്ല. ബൽ ലഹൽ ഫസ്തു, അവൾക്ക് ഫസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ 3 ദിവസം ചെലവ് കിട്ടാത്തതിൻ്റെ പേരിൽ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഈ 3 ദിവസത്തെ സമയത്ത്, അതല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യാനൊന്നും അവൾ തീരുമാനിച്ചിട്ടില്ല, തൽക്കാലം അയാളെ കൂടെ തന്നെ പട്ടിണിയിൽ ജീവിക്കാനാണ് ഉദ്ദേശിച്ചത്, വീടില്ലാതെ താമസിക്കാനാണ് തീരുമാനിച്ചത്, വസ്ത്രമില്ലാതെ ജീവിക്കാനാണ് തീരുമാനിച്ചത്, ഫസ്റ്റ് ചെയ്യണ്ടെന്ന് അവൾ തീരുമാനിച്ചത്, ആണെങ്കിൽ അങ്ങനെയും ചെയ്യാലോ. ഈ സമയത്ത് ഇപ്പോൾ അവൾക്ക് ചിലവൊന്നും കിട്ടൂലല്ലോ, അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിക്ക് വേണ്ടി പുറത്തു പോകാൻ പറ്റുന്നതാണ്. ഇനി പൈസ ഉണ്ടെങ്കിലും പുറത്തു പോകാമെന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് തന്നെ ജോലി സാധ്യമാണെങ്കിലും അവൾക്ക് വേണമെങ്കിൽ പുറത്ത് പണിക്ക് പോകാവുന്നതാണ്. ഭർത്താവിന് തടയാൻ പറ്റില്ല. കാരണം ഭർത്താവിന് സമ്മതമല്ലാതെ പുറത്തു പോകാൻ പാടില്ല എന്നുള്ള നിയമം ഭർത്താവ് ചെലവ് കൊടുക്കുന്നു എന്നതിൻ്റെ പേരിലാണ്, താമസവും ഭക്ഷണവും വസ്ത്രവും മഹറും കൊടുക്കുന്നു എന്നതിൻ്റെ പേരിലാണ് അവൾ വീട്ടിൽ നിന്ന് പുറത്ത് പണിക്ക് പോകാൻ പാടില്ല എന്ന് പറയണത്. ഇത് കിട്ടുന്നില്ലെങ്കിൽ അവൾക്ക് പോകാം, അയാൾക്ക് തടയാൻ പറ്റില്ല. ലഹ, ഭാര്യയ്ക്ക് അനുവദനീയമാണ് ഫി മുദ്ദത്തിൽ ഇംഹാലി, ഈ വെയിറ്റിങ്ങിൻ്റെ സമയത്ത്, ഈ 3 ദിവസത്തിൻ്റെ സമയത്ത്. അതുപോലെ വരിദാബി ഇസാരിഹി, ഇനി അയാളുടെ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് തൃപ്തിപ്പെട്ട് അയാളുടെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുകയാണ്, ഈ സന്ദർഭത്തിലും അവൾക്ക് അനുവദനീയമാണ് അൽ ഖുറൂജ് നഹാറൻ, പകല് പുറത്തു പോകാം. ലഹാ എന്നുള്ള ജാർമജറൂർ ഖബർ മുഖദ്ദമാണ്, അൽ ഖുറൂജ് എന്നുള്ള മുഖത്ത മോഖറാണ്. ഈ സമയത്ത് അവൾക്കുണ്ട് അൽ ഖുറൂജ് നഹാറൻ ഖഹ്റൻ അലൈഹി, അയാളോട് സമ്മതം ചോദിക്കാതെ അയാളുടെ മേൽ അധികാരം നടത്തിക്കൊണ്ട് തന്നെ അവൾക്ക് പുറത്തു പോകാവുന്നതാണ്. എന്തിനു വേണ്ടി? സ്വാലി നഫഖത്തി, നഫഖ ചോദിക്കാൻ വേണ്ടിയോ, വ്യക്തി സാബിഹ, അല്ലെങ്കിൽ നഫഖ സമ്പാദിക്കാൻ വേണ്ടിയോ. വൈൻ ഖാനഹ മാലുൻ, അവൾക്ക് സ്വത്തുണ്ടെങ്കിലും പുറത്തു പോകാം, സ്വന്തമായി സ്വത്തുണ്ടെങ്കിലും പുറത്തു പോകാം, ജോലിക്കോ മറ്റോ പോകാം. ആമക്കന കസ്ബുഹാഫി ബൈത്തിഹ, വീട്ടിൽ വെച്ച് തന്നെ കസ്ബ്, ജോലി സാധ്യമാണെങ്കിലും, ടീച്ചിങ്ങോ ഓൺലൈൻ ക്ലാസ്സോ ഒക്കെ സാധ്യമാണെങ്കിലും പുറത്തു പോകാവുന്നതാണ്. വലൈസലഹു മൻഉഹ, അയാൾക്ക് അവളെ തടയാൻ പറ്റില്ല. ലിഅന്ന ഹബ്സഹു ലഹ, കാരണം അയാൾ അവളെ തടഞ്ഞു വെക്കുക എന്നത് ഇന്നമാഹു ഫി മുഖാബലത്തി ഇൻഫാഖിഹി അലൈഹ, അയാൾ അവൾക്ക് ചെലവ് കൊടുക്കുന്നു എന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ്. അപ്പോൾ പകല് പോകാമെന്ന് പറഞ്ഞപ്പോൾ വാലിഹ റുജൂനില മസ്കനിഹാലയിൽ, രാത്രി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരൽ നിർബന്ധമാണ്. എന്നഹു വഖ്തു ലീവായി, കാരണം അത് ഉറങ്ങുന്ന സമയമാണല്ലോ, വിശ്രമിക്കുന്ന സമയമാണ്. ലീവാഗ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന, രാത്രി വിശ്രമിക്കുന്ന സമയമാണ്. ദൂരല്ല അമലി, ജോലിൻ്റെ സമയമല്ലല്ലോ രാത്രി. അപ്പം അങ്ങനെ ചെലവ് കിട്ടാത്തതിൻ്റെ പേരിൽ അയാൾ ഇവളുമായി ബന്ധപ്പെടുന്നത് തടയാൻ അവൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. അതും പറ്റും. വലഹ മൻഉഹു മിന തമത്തുഇ ബിഹാ നഹാറൻ വകദാ ലീലൻ, രാത്രിയിലോ പകലിലോ ഒക്കെ അവളുമായി ആസ്വദിക്കുന്നത് തടയാൻ അവൾക്ക് അനുവാദമുണ്ട്. തമത്തു തടയാം, പകലും തടയാം, രാത്രിയും തടയാം. പക്ഷെ ഒന്നുണ്ട്, ഞാൻ തടഞ്ഞു കഴിഞ്ഞാൽ ഇസ്ഖുദ് നഫഖത്തുഹ അൻ ദിമ്മത്തിഹി മുദ്ദത്തൽ മൻഇ ഫിൽ ലൈലി, രാത്രിയിൽ അവൾ വിസമ്മതിക്കുന്ന കാലത്തോളം അയാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ചെലവിൻ്റെ ഉത്തരവാദിത്തം ഒഴിവായി പോകും. പകല് തടയാം, രാത്രിയും അവൾ പറയാണ് അയാളെ കൂടെ കിടക്കാനോ മറ്റൊന്നും സമ്മതിക്കുന്നില്ല എങ്കിൽ ആ സമയത്തേക്കുള്ള ചെലവ് അവൾക്ക് കിട്ടൂല രാത്രിക്ക്. ലാക്കിൻ പക്ഷേ ഇസ്ഖുദ് നഫഖത്തുഹ അൻ ദിമ്മത്തിഹി, അവൾക്ക് ചെലവ് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഒഴിവായി പോകും, അയാളുടെ ഉത്തരവാദിത്വം ഒഴിവായി പോകും. പൈസ ഇല്ലെങ്കിലും അയാളുടെ ഉത്തരവാദിത്വത്തിലാണല്ലോ ചെലവ് കൊടുക്കൽ, കടാണെങ്കിലും. മുദ്ദത്തൽ മനൈഫിലെ, രാത്രിയിൽ അവൾ വിസമ്മതിക്കുന്ന കാലത്തോളം, ജോലിയില്ലാത്ത സമയത്ത് നർത്തം. അതുപോലെ തന്നെ സമ്മതമല്ലാതെ പുറത്തു പോവുകയാണെങ്കിൽ, സമ്മതമല്ലാതെ പുറത്ത് പോകാമെന്ന് പറഞ്ഞു, ആ സമയത്തും അവൾക്ക് ചെലവിന് അവകാശം ഉണ്ടാവില്ല. വഖാല ശൈഖുന പറഞ്ഞു ഖിയാസുഹു,
രാത്രിയിൽ അവൾ അയാളെ തമത്വന് തടഞ്ഞാൽ നഫക്ക ഉണ്ടാകൂല, ചെലവുണ്ടാകൂല എന്ന് പറഞ്ഞതിൻ്റെ താരതമ്യമായിട്ട് മനസ്സിലാകാവുന്നത്, തുല്യപ്പെടുത്തി മനസ്സിലാക്കുന്നത് അന്നഹു ലാ നഫഖത ലഹാ സമന ഖുറൂജിഹാ ലിൽ കസ്ബി, ജോലിക്ക് വേണ്ടി അവൾ പുറത്തു പോകുമ്പോഴും അവൾക്ക് നഫക്ക ഉണ്ടാകൂല എന്നാണ്. കാരണം അവൾ പുറത്തു പോകുന്നുണ്ടല്ലോ. കസ്ബ് പറഞ്ഞാൽ ജോലി. ഇൻതഹ ഫുറൂൻ. ഇത് കുറേ വിഷയങ്ങളാണ്. ഇനി അടിമ സ്ത്രീയെ ഒരാൾ കെട്ടിച്ചു. അടിമ സ്ത്രീക്ക് മഹർ കൊടുത്തിട്ടില്ലെങ്കിൽ അടിമ സ്ത്രീക്ക് ഏതായാലും ഫസ്ഖ് ചെയ്യാം. പക്ഷെ ആർക്ക് ഫസ്ഖ് ചെയ്യാൻ പറ്റില്ല? യജമാന് ഫസ്ഖ് ചെയ്യാൻ പറ്റില്ല. ലാ ഫസ്ഖ ഫീ ഗൈരി മഹ്റിൻ. മഹറല്ലാത്ത വിഷയത്തിൽ ഭക്ഷണം, ചെലവ്, ഇത്തരം കാര്യങ്ങളിൽ ഫസ്ഖ് ചെയ്യാൻ പറ്റൂല ലി സയ്യിദിന്, യജമാനന്. കാരണം അടിമ സ്ത്രീക്ക് ചെലവ് കൊടുക്കാൻ ആര് ഉത്തരവാദിത്തമുണ്ട്? യജമാന് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ മഹറല്ലാത്ത മറ്റ് കാര്യങ്ങളെ കൊണ്ട് നഫഖ, കിസ്വ പോലെയുള്ളത് കൊണ്ട് ഫസ്ഖ് ചെയ്യാൻ തീരുമാനിച്ചു ഭാര്യ, അടിമ സ്ത്രീ. അപ്പോൾ അടിമ സ്ത്രീനെ തടയാനും യജമാന് അവകാശമില്ല. അത് അടിമ സ്ത്രീൻ്റെ അവകാശമാണ്. വലൈസലഹു എന്ന യജമാനനില്ല കേട്ടോ. മൻഹ അവളെ തടയാനും പറ്റൂല. മിനൽ ഫസ്ഖി, അടിമ സ്ത്രീ ഫസ്ഖ് ചെയ്യുന്നതിന് ബിഗൈരിഹി, മഹറല്ലാത്ത മറ്റ് കാരണങ്ങൾ കൊണ്ട്. 4 കാരണങ്ങൾ കൊണ്ടാണല്ലോ ഫസ്ഖ് ചെയ്യൽ: ചെലവ്, ഭക്ഷണം, താമസം. വലൽ ഫസ്ഖു ബിഹി, മഹർ കാരണമായിട്ട് ഫസ്ഖ് ചെയ്യാനും തടയാൻ പറ്റൂല. ഇന്ദ റിളാഹ, ഈ മഹർ തരാത്തതിൻ്റെ പേരിൽ പെണ്ണ് ഫസ്ഖ് ചെയ്യുകയാണെങ്കിൽ അതും തടയാൻ പറ്റൂല. എപ്പോൾ? ഇന്ദ റിളാഹ ബി ഇഹ്സാരിഹി, ഭർത്താവിൻ്റെ സാമ്പത്തിക ശേഷി ഇല്ലായ്മയിൽ അവൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ. ഔ അദമി തക്ലീഫിഹ, അല്ലെങ്കിൽ അവൾക്ക് തക്ലീഫില്ലാത്ത സമയത്തും, പ്രായപൂർത്തിയും വകതിരിവാകാത്ത പെൺകുട്ടിയാണ് അടിമ സ്ത്രീ, അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റൂല? ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. ലിഅന്ന നഫഖത ഫിൽ അസ്ലി ലഹ, കാരണം നഫഖ അടിസ്ഥാനപരമായിട്ട് അവൾക്കാണ് കിട്ടേണ്ടത്. പക്ഷേ ബല്ലഹു ഇൽജാഉഹ ഇലൈഹി ബിഅൻ ലാ യുൻഫിഖ അലൈഹ, ആണെങ്കിൽ യജമാനൻ അനുവദനീയമാണ് ഇൽജാഉഹ, അവളെ നിർബന്ധിക്കൽ, ഇലൈഹി ഫസ്ഖിന്, ബിഅൻ ലാ യുൻഫിഖ അലൈഹ, അയാൾ അവൾക്ക് ചെലവ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, ചെലവഴിക്കാതിരിക്കൽ കൊണ്ട് ഫസ്ഖിന് വേണ്ടി അവളെ നിർബന്ധിക്കാവുന്നതാണ്. യജമാനൻ എന്ത് ചെയ്യുക? അവൾക്ക് ചെലവ് കൊടുക്കാതിരിക്കുക. അപ്പോൾ പിന്നെ ഫസ്ഖ് ചെയ്യാൻ എന്താവും? അവൾ നിർബന്ധിതയാകും. അതാണ് പറഞ്ഞത് ബല്ലഹു ഇൽജാഉഹ. ഈ അടിമ സ്ത്രീയെ വേണമെങ്കിൽ അവളെ നിർബന്ധിക്കാം, അതിന് അനിവാര്യമാക്കി തീർക്കാം. ഇലൈഹി ഫസ്ഖിന് ബിഅൻ ലാ യുൻഫിഖ അലൈഹ, യജമാനൻ അവൾക്ക് ചെലവ് കൊടുക്കാതിരിക്കൽ കൊണ്ട്. അപ്പോൾ പിന്നെ യജമാനും കൊടുക്കൂല, അടിമയും കൊടുക്കൂല, ഭർത്താവും കൊടുക്കൂല എന്ന് പറയുമ്പോൾ അവൾ ഫസ്ഖ് ചെയ്യാൻ നിർബന്ധിതയാവുമല്ലോ. അല്ലാതെ ഫസ്ഖ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റൂല? നിർബന്ധിക്കാൻ പറ്റൂല. അതായത് വയഖൂലു ലഹ, അവളോട് അയാൾ പറയാം, ഇഫ്സഖി, ഒന്നിരിക്കൽ ഫസ്ഖ് ചെയ്തോ, ഔ ജുഇ, അല്ലെങ്കിൽ പട്ടിണി എടുക്കേണ്ടി വരും, ഞാൻ ചെലവ് വരൂല എന്ന് പറയാം. ദഫ്അ ലിദ്ദററി അൻഹു, കാരണം അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി. വലു സബ്ബജ അമതഹു ബിഅബ്ദിഹി വസ്തഖദമഹു ഫലാ ഫസ്ഖ ലഹാ വലാ ലഹു, ഇത് മുഅനതുഹ അലൈഹി. ഇനി സ്വന്തം അടിമ സ്ത്രീയെ അടിമയോട് കെട്ടിച്ചു കൊടുത്താൽ, വലു സബ്ബജ അമതഹു ബിഅബ്ദിഹി, ഒരാൾ തൻ്റെ അടിമ സ്ത്രീയെ സ്വന്തം അടിമയോൾക്ക് തന്നെ കെട്ടിച്ചു കൊടുത്തു. വസ്തഖദമഹു, അങ്ങനെ എന്ത് ചെയ്തു? അടിമനെ കൊണ്ട് ഇയാൾ പണിയെടുപ്പിച്ചും ചെയ്തു, യജമാനൻ എന്ത് ചെയ്തു? പണിയെടുപ്പിക്കുകയും ചെയ്താൽ. അങ്ങനെയാകുമ്പോൾ പിന്നെ അയാൾക്ക് ചെലവെടുക്കാൻ കഴിയില്ലല്ലോ. അടിമനെ പുറത്തേക്ക് പണിക്ക് പറഞ്ഞാലേ ചെലവെടുക്കാൻ കഴിയുള്ളൂ. വസ്തഖദമഹു, ഈ അടിമനെ കൊണ്ട് ഇയാൾ പണിയെടുപ്പിച്ചാൽ ഫലാ ഫസ്ഖ ലഹാ, അവൾക്ക് ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. വലാ ലഹു, യജമാന് ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് മുഅനതുഹ അലൈഹി, കാരണം അടിമ സ്ത്രീൻ്റെ ചെലവ് ആരാ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ യജമാനൻ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ അടിമനെ പുറത്തേക്ക് പണിക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ അടിമ കൊടുക്കണം എന്ന് പറയായിരുന്നു. ഇത് അടിമനെ പുറത്തേക്ക് പണിക്ക് പറഞ്ഞേക്കാതെ അടിമനെ കൊണ്ട് ഇയാൾ തന്നെ പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ അടിമ സ്ത്രീൻ്റെ, ഈ ഭാര്യയായ അടിമ സ്ത്രീൻ്റെ ചെലവ് കൊടുക്കേണ്ട യജമാനൻ തന്നെയല്ലേ, എങ്ങനെ ഫസ്ഖ് ചെയ്യാം? വലു ആസറ സയ്യിദ് മുസ്തൗരിദത്തിൻ അൻ നഫഖതിഹ ഖാല അബൂ സയ്യിദ് ഉജ്ബിറ അലാ ഇത്ഖിഹാ വ തസ്ബീഹിഹ. ഇനി അടിമ സ്ത്രീയിൽ ഒരാൾക്ക് കുട്ടിണ്ടായി, അതിൻ്റെ പേരാണ് മുസ്തൗരിദത്ത് എന്ന് പറഞ്ഞത്. ഈ മുസ്തൗരിദത്തിൻ്റെ യജമാനന് അവൾക്ക് ചെലവെടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ
ഖാല അബൂ സയ്യിദിൻ റഹിമഹുല്ലാഹ് പറഞ്ഞു ഉജ്ബിർ അലായത്ത് ഒന്നിരിക്കൽ അവളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അയാളെ നിർബന്ധിക്കപ്പെടും. അജ്ബറ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. ഔ തസ്ബീജിഹ അല്ലെങ്കിൽ അവളെ കെട്ടിക്കാൻ വേണ്ടി നിർബന്ധിക്കുക. കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലവ് കിട്ടുമല്ലോ. ഒരാൾക്ക് അടിമ സ്ത്രീയിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അടിമ സ്ത്രീൻ്റെ പേരാണ് മുസ്തൗലിദത്ത്. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടും എന്നൊക്കെയാണ് നിയമം. വിൽക്കാൻ പറ്റൂല എന്നൊക്കെയാണ് നിയമം. അപ്പോൾ ചിലവ് കൊടുക്കണം. അപ്പോൾ ചിലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ ഇത്തിക്കെല്ലാം ചിലവ് കൊടുക്കുന്നില്ലെങ്കിൽ ഒന്നിക്കൽ ഇത്തിക്കെല്ലാം നിർബന്ധിക്കുക, അല്ലെങ്കിൽ കെട്ടിക്കുക. ഫായിദത്തുൻ ലോ ഫഖിദ സൗജു ഖബല തംകീൻ വലാഹിറു കലാമിഹിം ലാ ഫസ്ഖ മദ്ഹബ് മാലിക് റഹിമഹുല്ലാഹ് അന്നഹു ലാ ഫർഖ ബൈന മുംകിനത്തി വൈരിഹ യാ തഅദറത്തിൻ നഫഖതു വദരിബത്തിൽ മുദ്ദത്തു വഹിയ ഇൻദഹു ഷഹ്റുൻ ലിതഫഹുസി അൻഹു സുമ്മ യജൂസുൽ ഫസ്ഖു. അപ്പോൾ ഈ നഫഖ നിർബന്ധമാകൽ തംകീനിന് ശേഷമാണല്ലോ. തംകീന് മറന്നുപോയോ നിങ്ങൾ? ഭർത്താവിലേക്ക് പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമാണ് ചിലവെടുക്കൽ നിർബന്ധമാകുന്നത്. നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് മാത്രം എന്താവില്ല, ചിലവ് കൊടുക്കൽ നിർബന്ധമാവില്ല. പെണ്ണിന് അയാളെ കൂടെ വിട്ടുകൊടുക്കുന്ന ആ സമയത്താണ് വസ്ത്രവും ഭക്ഷണവും താമസവും ഒക്കെ കൊടുക്കുന്ന നിർബന്ധമാവുക. അപ്പം നിക്കാഹ് കഴിഞ്ഞിട്ട് തംകീനിന് മുമ്പ് ഭർത്താവിനെ കുറിച്ച് വിവരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഫസ്ഖ് ചെയ്യാൻ പറ്റൂല എന്നാണ് ഷാഫി മദ്ഹബ്. മാലിക് ഇമാം റഹിമഹുള്ളയുടെ മദ്ഹബ് ഫസ്ഖ് ചെയ്യാൻ പറ്റുമെന്നാണ്. അവിടെ പല മദ്ഹബും പറയുന്നത് സ്ത്രീ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. കോടതിക്ക് ഇതിലൊക്കെ അവകാശമുണ്ടേ തീരുമാനം എടുക്കാനേ, അഭിപ്രായങ്ങളെ കൊണ്ടൊക്കെ. ലോ ഫഖിദ സൗജു ഭർത്താവിനെ കുറിച്ചുള്ള വിവരം നഷ്ടപ്പെട്ടാൽ ഖബല തംകീനിന് മുമ്പ് വലാഹിറു കലാമി അവരെ കലാമിൽ നിന്ന് മനസ്സിലാകുന്നത് ലാ ഫസ്ഖ അവിടെ ഫസ്ഖ് ചെയ്യാൻ പറ്റൂല എന്നാണ്. മദ്ഹബ് മാലിക്കിൻ ഇമാം മാലിക് റഹിമഹുള്ളയുടെ മദ്ഹബ് അന്നഹു ലാ ഫർഖ ബൈനൽ മുമക്കിനത്തി വഗൈരിഹ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട പെണ്ണായാലും അല്ലെങ്കിലും വ്യത്യാസമില്ല എന്നാണ്. അപ്പോൾ ഇതാ തഅസറത്തിൻ നഫഖത്തു ചെലവ് കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ, ചെലവിന് അവൾ പ്രയാസപ്പെട്ടാൽ, അയാളിൽ നിന്ന് ചെലവ് കിട്ടാൻ പ്രയാസമായാൽ, അപ്പം ദുരിബത്തിൽ മുദ്ദത്തു അപ്പോൾ അയാളെക്കുറിച്ച് വിവരമില്ലല്ലോ. അപ്പോൾ ഒരു കാലം നിശ്ചയിക്കപ്പെടും, ഒരു വെയിറ്റിങ്ങിൻ്റെ ഒരു കാലം നിശ്ചയിക്കപ്പെടും. ഇതാ തഅസറത്തിൻ നഫഖത്തു വദറബത്തിൽ മുദ്ദത്തു കാലം കഴിയുകയും ചെയ്താൽ. എത്ര കാലം? വദറബത്തിൽ മുദ്ദത്തു പറഞ്ഞാൽ കാലം കഴിഞ്ഞു പറഞ്ഞാൽ ലറബ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നാ. അത് എത്ര? ഒരു മാസമാണ്. വഹിയ ഫസ്ഖ് ചെയ്യാനുള്ള കാലം മാലിക്കി മദ്ഹബിൽ ഷഹ്റുൻ ഒരു മാസമാണ്, 3 ദിവസമല്ല. ഈ തഫഹുസീൻ അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി. തഫഹസ എന്ന് പറഞ്ഞാൽ ഫഹസ എന്നൊക്കെ പറഞ്ഞാൽ അന്വേഷിച്ചു എന്നാ, നന്നായിട്ട് അന്വേഷിക്കാൻ വേണ്ടി. സുമ്മ യജൂസുൽ ഫസ്ഖു പിന്നെ അതിനുശേഷം ഫസ്ഖ് ചെയ്യാമെന്നാണ് മാലിക് മദ്ഹബ്. അപ്പോൾ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഭാര്യയ്ക്ക് മാത്രം ഒരാൾ ചെലവ് കൊടുത്താൽ പോരാ. പാപ്പാക്ക് കൊടുക്കണം, ഉമ്മാക്ക് കൊടുക്കണം, വല്യപ്പക്ക് കൊടുക്കണം, വല്യമ്മക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, പേരമക്കൾക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. ഇതിനെക്കുറിച്ചാണ് അടുത്ത പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവൻ്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അവൻ്റെ പൊരുത്തം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.